ഹായ്, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നല്ല അടിപൊളി ഒരു സോയാബീൻ മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സോയാബീൻ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളത് നന്നായി കഴുകിയെടുക്കണം, അതിൻ്റെ ആ പത പോണ വരെ. എന്നിട്ട് പിഴിഞ്ഞെടുക്കുക, വെള്ളമില്ലാത്ത നന്നായി പിഴിഞ്ഞെടുക്കുക. പിന്നെ ചെറുതായിട്ട് അത് നടുമുറിച്ച് കൊടുക്കുക, വലിയ സോയാബീൻ ആയതുകൊണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായി തിരുമ്പി വയ്ക്കുക. പിന്നെ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് നമ്മൾ നന്നായി മുരിയണ രീതിയിൽ വറുക്കണ്ട, ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. പിന്നെ ആ സമയം കൊണ്ട് നമ്മൾ സബോള, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വറുത്തെടുത്ത് അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അത് മൂത്ത് വന്നപ്പോൾ വേപ്പിൻ്റെ ഇലയും പിന്നെ നമ്മൾ സബോള അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തു. അത് നന്നായി വഴണ്ടി വരുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് മൂത്താൽ മതി. അതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വഴണ്ടി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് മല്ലിപ്പൊടി, മുളകും പൊടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം പോയപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച് തക്കാളി ഇട്ട് കൊടുത്തു. അത് നന്നായി അതിൽ യോജിച്ച് വന്നപ്പോൾ നമ്മൾ വറുത്ത് വെച്ച് സോയാബീൻ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ മുകളിൽ നമ്മൾ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടു. അപ്പോൾ നമ്മുടെ സോയാബീൻ ഫ്രൈ റെഡി. അപ്പോൾ ഓക്കെ, ബൈ.